വേൾഡ് വാർ ടുവിന് ശേഷം യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ഇപ്പം റീസെൻ്റ്ലി നടക്കുന്ന ഇറാനെതിരെയുള്ള യുദ്ധത്തിൽ വീണ്ടും ഒരു ടോർപിഡോ അല്ലെങ്കിൽ ഒരു സബ്മറൈൻ വെച്ച് വീണ്ടും ഒരു അറ്റാക്ക് നടത്തിയിരിക്കുകയാണ്. റീസെൻ്റ്ലി IRS ദീന എന്ന് പറഞ്ഞ ഒരു ഷിപ്പ്, ഇറാൻ്റെ ഒരു ഷിപ്പാണ്, മിലിറ്ററി നേവി ഷിപ്പ് റിട്ടേൺ ചെയ്യായിരുന്നു ആഫ്റ്റർ ഇന്ത്യയിലെ വിശാഖപട്ടണത്തിൽ നടന്നിരുന്ന ഒരു മിലിറ്ററി എക്സസൈസ് കഴിഞ്ഞിട്ട് അത് റിട്ടേൺ ചെയ്യായിരുന്നു. ബേ ഓഫ് ബംഗാൾ കഴിഞ്ഞ് അറേബ്യൻ സീയിലേക്ക് ക്രോസ് ചെയ്ത് അങ്ങനെ പോവുമായിരുന്നു. അപ്പം ശ്രീലങ്കേൻ്റെ സദേൺ കോസ്റ്റിൽ വെച്ചിട്ടാണ് അമേരിക്ക ഒരു ടോർപിഡോ കൊണ്ടുവന്നിട്ട് ബോംബ് ചെയ്തിരിക്കുന്നത്. ടോർപിഡോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സബ്മറൈൻ പോലത്തെ ഒരു വെഹിക്കിളാണ്. അപ്പം ഇത്രയും കാലം യുദ്ധമെന്ന് പറയുന്നത് ഇസ്രായേലും ഇറാനും തമ്മിലുള്ള യുദ്ധം, അമേരിക്കയും ഇസ്രായേലും ഇറാനും ഒക്കെ തമ്മിലുള്ള യുദ്ധം നടക്കുന്നത് ഒരു പേർഷ്യൻ ഗൾഫ് ആ ഒരു റീജിയനിലായിരുന്നു. ഈ മിഡിൽ ഈസ്റ്റ് ആയിട്ടുള്ള കൺട്രീസും അവിടെയൊക്കെ ബോംബിംഗ് ഉണ്ടായിരുന്നു, സ്ട്രേറ്റ് ഓഫ് ഹോർമസ് അടച്ചിരുന്നു. പക്ഷേ റീസെൻ്റ്ലി ഇന്ത്യയുടെ ഒരു സദേൺ ടിപ്പിലായിട്ട് വരുന്ന ശ്രീലങ്കേൻ്റെ സദേൺ ടിപ്പിൽ ഒരു വാറിൻ്റെ ഒരു സിറ്റുവേഷൻ കാണുകയാണ്. കാരണം ഒരു ഇൻ്റർനാഷണൽ വാട്ടേഴ്സിലാണെങ്കിൽ കൂടിയും അമേരിക്ക ഒരു ഡിഫറെൻറ്റ് റീജിയനിൽ വെച്ചിട്ട് ഇറാനെ അറ്റാക്ക് ചെയ്യുകയാണ്. അപ്പം വേൾഡ് വാർ 3ക്ക് ശേഷം ആദ്യമായിട്ടാണ് ഒരു സബ്മറൈൻ വെച്ചിട്ടൊരു ഷിപ്പിനെ തകർക്കുന്നത്. ഈ ഒരു അറ്റാക്ക് ഉണ്ടായിരിക്കുന്നത് സദേൺ ടിപ്പ് ഓഫ് ശ്രീലങ്കയിലാണെന്ന് പറഞ്ഞു. 75 കിലോമീറ്റർ ഫ്രം ദി കോസ്റ്റാണ്. കോസ്റ്റിൽ നിന്ന് 75 കിലോമീറ്റർ ദൂരെയാണ്. അതുകൊണ്ട് തന്നെ ശ്രീലങ്കൻ നേവിക്ക് അവിടെ എത്തി സഹായിക്കുമ്പോഴേക്കും കുറേ ആൾക്കാർ, ഏകദേശം 87 ആൾക്കാർ മരിച്ചു. ഇനിയും ആൾക്കാരെ കണ്ടുപിടിക്കാനുണ്ട്. അപ്പം ഇപ്പോഴും ഈ ഒരു ടെൻഷൻ രൂപപ്പെട്ട് വരുന്ന ഈ ഒരു സ്ഥലത്ത്, ഇതാണ് ഇറാൻ. അപ്പോൾ ഈ ഒരു സ്ഥലത്ത് സ്ട്രേറ്റ് ഓഫ് ഹോർമസ് ഇവിടെയാണ്, നിറച്ചും ഷിപ്പുകളും അതുപോലെ നിറച്ചും മിലിറ്ററി വെഹിക്കിൾസും ഒക്കെ നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ ബാക്കി എക്കണോമിക് കാര്യങ്ങൾക്ക് വന്ന ഷിപ്പുകളൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് തടസ്സപ്പെട്ട് കിടക്കുകയാണ്.